ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. അപ്പൊ ഇത് സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിൽ പലരും സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാവണം. കാരണം നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ഇതാണ് അത്യാവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സമയമായിരിക്കണം. അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഇതുവരെയും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല, അതിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെങ്തിനെ വർദ്ധിപ്പിച്ചെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ ഇതിൽ നിന്ന് കുറച്ചുകൂടി നിങ്ങൾ ഉയരത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, ഉയർച്ചയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ചെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇതുവഴിയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഭിവൃദ്ധിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കതിനെ ക്ലാരിഫൈ ഒന്ന് ചെയ്യാവേ. സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വയം ഹീലിംഗ് അത് ചെയ്തിട്ട്, അതിലൂടെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നുള്ള ഒറക്കിൾ കാർഡ്സ് ആണ്. അതായത് ഹയർ സെൽഫിന്റെ നിർദ്ദേശമാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ടാരോ കാർഡ്സിൽ വന്നിരിക്കുന്നത് സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാവുന്നതാണ്. സ്വയം ഹീലിങ്ങിലൂടെ നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ചക്രാസിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിട്ടും നിങ്ങൾക്കൊരു സ്റ്റാർ ആയിട്ട് തിളങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? പിന്നെ ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇവിടെ മിറർ ഗാർഡിയൻ എന്ന് പറയുന്നതാണ് ടേക്ക് ടൈം ടു റിഫ്ലക്റ്റ് എന്ന് പറയുന്നുണ്ട്. ടേക്ക് ടൈം ടു റിഫ്ലക്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തെളിഞ്ഞ വെള്ളത്തിൽ അല്ലെങ്കിൽ തെളിഞ്ഞ ജലാശയങ്ങളിൽ, തെളിഞ്ഞ കിണറിലൊക്കെ നമ്മളൊന്ന് മുഖം നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടേതായ മുഖത്തെ നമുക്ക് കാണാൻ പറ്റും. അല്ലെ, കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മളുടെ മുഖം എവിടെയെങ്കിലും ഒക്കെ നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കും. ശുദ്ധമായ ജലത്തിൽ എങ്ങനെയാണ് അതിൻ്റെതായ ആ അടിത്തട്ടിൽ അഴുക്കുകളെല്ലാം അടിഞ്ഞുകൂടിയിട്ട് അതിന്റെ ജലാശയം എന്താണ്, അതിന്റെ മുകൾ ഭാഗം വളരെയധികം ക്ലിയർ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ക്ലിയർ ആവുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുമ്പോൾ, നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ചക്രാസിനെ ആക്റ്റീവ് ആക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും. അതുവഴി നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിൽ, നിങ്ങളുടെ സമൂഹത്തിലായാലും ഒരു സ്റ്റാർ ആയിട്ട് നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടേതായ ചില കാര്യങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടും. എന്തുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് പരാജയം വന്നത്?
മനസ്സിലായി. ജീവിതത്തിൽ ഒരു പരാജയം വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം കണ്ടെത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കത് തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കാൻ സാധിക്കും. തെളിഞ്ഞ ജലാശയത്തിൽ നമ്മളുടെ മുഖം എപ്രകാരമാണ് തെളിഞ്ഞു വരുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടും. അതുപോലെ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പറ്റിയ പരാജയങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനെന്താണ് വേണ്ടത്? സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നുള്ള ഒരേ ഒരു കാര്യമാണ് ഇവിടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ച് നോക്കൂ. നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി നിങ്ങളുടെ ആ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചെടുക്കൂ. വലിയ വലിയ തിരക്കുകളിൽ ഉൾപ്പെടാതെ ഏകാന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. കുറേ ഭൗതിക കാര്യങ്ങൾ, അനാവശ്യകരമായ കുറേ ഭൗതിക കാര്യങ്ങളിൽ നിന്നും, അതായത് മറ്റുള്ളവരുടെ ചില കാര്യങ്ങളിൽ നിന്നും ഒക്കെ വേറിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് നീങ്ങാൻ സാധിക്കും. മറ്റു പല ബഹളങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾ സന്തോഷത്തിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാൻ പറ്റുകയില്ല. ഏകാന്തതയിലാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഏകാന്തതയിലൂടെയാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ശരിയായ വിധത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അനാവശ്യകരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോകാതിരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുക. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവരുടെ എനർജി എങ്ങനെയെങ്കിലും ഡൗൺ ആക്കണം എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. മനസ്സിലായ? അപ്പോൾ മാത്രമാണ് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തൊക്കെ പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നതും ഹയർ സെൽഫിൽ നിന്നുള്ള ഒരു നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത്? നമുക്കിവിടെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകും. ശുദ്ധമാകുന്ന ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. അതിന് മറ്റ് ഒരുപാട് ആൾക്കാർ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സ്വയം സന്തോഷത്തിൽ ഇരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത്. നിങ്ങളാണ് അതിന് ശ്രമിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷത്തെ കൊണ്ടുവരേണ്ടത്. മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങൾക്ക് സന്തോഷം തരാനല്ല ശ്രമിക്കുന്നത്, നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷങ്ങളിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ജോലി കിട്ടാം, പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത, ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ആരുടെയെങ്കിലും ഗിഫ്റ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകാം, ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ പോകാം. അതൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എംപറർ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എംപറർ ആണ് വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരികയാണ് ചെയ്യുന്നത്. നമ്പർ 4 ആണ്, രാഹുവിന്റെ നമ്പറാണിത്. കണ്ടില്ല? അപ്പൊ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു. കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത, അതുമല്ല എങ്കിൽ പെർമനന്റ് ആയിട്ട് സാലറി ലഭിക്കണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാം എന്നുള്ള സാധ്യത വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ ഇനി ഈ ഒരു സമയം തൊട്ട്, ഇന്ന് തൊട്ട് നിങ്ങൾ അതിന് പരിശ്രമിക്കുന്നതായിരിക്കും എന്നും കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നു, യോഗ ചെയ്യുന്നു, അതുപോലെ തന്നെ കൃത്യസമയത്ത് ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അതുവഴി നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിച്ചു വരുന്നു.
കുറെ സന്തോഷങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടേതായ കുടുംബത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി വളരെയധികം ശ്രദ്ധയോടും കൂടി നടത്താൻ നോക്കി നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്നതാണ്. ഇത്തരത്തിലുള്ള സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്നതാണ്. ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കും. മനസ്സിലായി? അടുക്കും ചിട്ടയും ഇല്ലാതെ തോന്നുമ്പോൾ തോന്നുന്നത് പോലെയുള്ള ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനാരോഗ്യത്തെ തരുന്നതാണ്. കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളൊന്ന് ജീവിച്ചു നോക്കൂ. എല്ലാവിധത്തിലുള്ള നിസാര അസുഖങ്ങളെ ഒക്കെ നിങ്ങൾക്ക് പമ്പ കടത്താൻ സാധിക്കും. ഒരസുഖവും നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈഗിളാണ് വന്നിരിക്കുന്നത്. സീ ഫ്രം എ ഹയർ പേഴ്സ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നിങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിലോട്ടല്ലല്ലോ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇവിടെ ചില വലിയ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തൂ. ഇവിടെ ഈഗിള് കണ്ടില്ലേ, ഉയരങ്ങളിലൂടെ പറന്നുപോയി വളരെ ദൂരെ നിന്നാണ് അതിന്റെ ഇരയെ കൊത്തിയെടുക്കുന്നത്. അതവിടെ ഒരു ലക്ഷ്യം കാണുന്നുണ്ട്. അതിന്റെ ആ ലക്ഷ്യത്തിൽ അതിന് ഏകാഗ്രതയുണ്ട്. മനസ്സിലായി? അങ്ങനെ ആ ഏകാഗ്രതയിലൂടെ വരുമ്പോഴാണ് അത് ഉദ്ദേശിച്ച കാര്യം അതിന് സാധ്യമാകുന്നത്. എന്ന് പറയുന്നത് പോലെ നിങ്ങളും ഉയരത്തിലേക്ക് ശ്രദ്ധിക്കൂ, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നേടാനുള്ളത് നിങ്ങൾ അവിടെ മാത്രം ശ്രദ്ധിക്കൂ, അതിലേക്ക് ഫോക്കസ് ചെയ്യൂ, അതിനായിട്ട് എഫേർട്ട് എടുക്കൂ. അപ്പോഴാണ് നിങ്ങൾക്കത് സാധ്യമായി വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നത്, മെസ്സേജ് വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാവേ. മൂവ്മെന്റ്, ചോയ്സസ്, ഡിസിഷൻസ് എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കും. എന്താണ് അവസരങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളെ കൊണ്ട് ഈ ഒരു അവസരത്തിൽ കഴിയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വാതിലിൽ ചെന്ന് മുട്ടുന്നു അവിടെ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നു. അവിടെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നു. സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, ഇത്രയൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും, മുന്നോട്ട് ചലിക്കാൻ സാധിക്കുന്നു. അതുവഴി നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അതിലൊരു തീരുമാനമെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ 8 കപ്സിനെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. 8 കപ്സ്, 8 കപ്പുകൾ നിറഞ്ഞ് നിങ്ങൾക്ക് സ്നേഹം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കിതൊന്നും വേണ്ട, ഈ ഒരൊറ്റ കപ്പിലെ സ്നേഹം പോലും എനിക്ക് വേണ്ട, ഇത് മൊത്തം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു, ഞാൻ ഇതിവിടെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. എവിടേക്കാണ്? ഇവിടെ ഒരു പ്രകാശത്തിലേക്ക് നടന്നു നീങ്ങുന്നു, സ്പിരിച്വൽ വേയിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഫുൾ മൂണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വെളിച്ചത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നത്. എനിക്കിപ്പോൾ അതാണ് തോന്നുന്നത്, എനിക്കിപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. മനസ്സിലായി? ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല കാര്യങ്ങളും, ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് നടക്കുന്ന എനർജിയാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളും ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളും അതിനായിട്ട് ശ്രമിക്കൂ.
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരുപാട് സന്തോഷങ്ങളിൽ, ആർഭാടങ്ങളിൽ മുഴുകിയിരിക്കാതെ, എന്നാൽ വേണം അത്യാവശ്യത്തിന് കാര്യങ്ങളെല്ലാം വേണം, സന്തോഷം വേണം, നമുക്ക് സന്തോഷമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ സന്തോഷിക്കണം. പക്ഷെ അങ്ങനെ അനാവശ്യകരമായ സന്തോഷങ്ങളെ ഉപേക്ഷിക്കുക. മനസ്സിലായോ? അപ്പോൾ അനാവശ്യകരമായ സന്തോഷങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണിത്. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ചുറ്റിനും 100,000 കൂട്ടുകാരും 100,000 ബന്ധുക്കളും എല്ലാം കൂടെ കൂടിയിരുന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് കുറെ അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ഉണർവ് ലഭിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു വേയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം എന്താണ്? നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? മനഃശാന്തി, മനസ്സിന്റെ സമാധാനം, അല്ലെ? പീസ് ഓഫ് മൈൻഡ്. മനസ്സിന്റെ സമാധാനമാണ് വേണ്ടത്. ആ മനസ്സിന്റെ സമാധാനം നേടണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഹയർ സെൽഫിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ വരാൻ വേണ്ടി ഇതാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ആൻസസ്റ്റേഴ്സ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് എന്ന് വന്നിട്ടുണ്ട്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് എന്താണ്? നിങ്ങളുടെ ആവശ്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. ശരിയല്ല, നമ്മളിവിടെ പറഞ്ഞതെല്ലാം അതേ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നത്, മനസമാധാനം ലഭിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നേടാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ്. പിന്നെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എന്താണ്? ഗ്രേറ്റ് ടീച്ചർ. ഗ്രേറ്റ് ടീച്ചർ എന്ന് പറയുന്ന ആരാണ്? ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസസ്. കണ്ടില്ലേ, നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുമാണ് നമ്മൾക്ക് നല്ല പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുന്നത്. നല്ല പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്നത് എവിടെ നിന്നാണ്? എല്ലായ്പ്പോഴും സ്പിരിച്വൽ വേയിലൂടെ പോകുമ്പോൾ മാത്രമാണ്. അതിന് മുൻപായിട്ട് തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് എന്താണ് സോളെന്ന് വിവറാകുമ്പോഴാണ് നമുക്ക് സ്പിരിച്വൽ വേയിലൂടെ പോകാൻ തന്നെ സാധിക്കുന്നത്, അല്ലെ? അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് പല കാര്യങ്ങളും തെളിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലിയറൻസ് ലഭിക്കുന്നത് അപ്പോൾ മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ നിന്നുമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കണ്ടില്ലേ, പറന്നു പോകുന്ന കിളിയെ കയ്യിൽ ഒതുക്കി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ഫ്രീഡം കിട്ടില്ല എന്ന് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ അതിനെ പറത്തി വിടുക, അതിന്റെ സ്വാതന്ത്ര്യം കണ്ട് സന്തോഷിക്കാൻ ശ്രമിക്കുക. അതിന് മുൻപാണെങ്കിലും അതിനെ പിടിച്ചു വെച്ചിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അതിനെ പിടിച്ച് കൂട്ടിലിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാത്രം സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതുമായ സന്തോഷങ്ങളിൽ മാത്രം മുഴുകുകയായിരുന്നു മുൻപ്. ഇനി എന്താണ്? ഇനി മറ്റുള്ളവരുടെ ശ്രദ്ധയിലൂടെ പോവുകയാണ്. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. നമുക്കെങ്ങനെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുമോ, അപ്പോൾ മറ്റ് ജന്തുക്കൾക്കും അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും എല്ലാം ഇതാണ് ആവശ്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. ഇവിടെ ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്, നിങ്ങളുടേതായ ആവശ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? നമുക്കൊന്ന് 2 ടാരോ കാർഡ്സും കൂടി എടുക്കാവേ. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. സൺ കാർഡ് വന്നിട്ടുണ്ട്. 4 ഓഫ് പെന്റക്കിൾസ് ആൻഡ് സൺ കാർഡ്. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു പ്രോഗ്രസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, അഭിവൃദ്ധി വരുന്നതായിട്ട് കാണുന്നുണ്ട്.
കരിയറിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു. ചിലപ്പോൾ പ്രൊമോഷൻ ലഭിക്കുക, അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന ചില സന്തോഷ വാർത്തകളൊക്കെയും ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം ലഭിക്കുന്നുണ്ട്. അതുപോലെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കാം. സ്പീഡിൽ എന്തെങ്കിലും ചില കാര്യങ്ങളിൽ ആക്ഷൻ നടക്കുന്നതായിട്ട് നമുക്കിന്ന് പറയാൻ പറ്റും. അതുപോലെ ഇവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യകരമായ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് അത്യാവശ്യകരമായതിനെ മാത്രം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ള പാവങ്ങളെ കൂടി സഹായിക്കാൻ ശ്രമിക്കൂ എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് നിങ്ങളിലേക്ക് അഭിവൃദ്ധി കൂടുതലായിട്ട് വരുന്നത് എന്നും കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്ന സണ്ണിന്റെ എനർജിയാണ്. സണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് അഭിവൃദ്ധി വരികയാണ്, ഒരുപാട് മാറ്റം കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം വളരെ നല്ല എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് അഭിവൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, പ്രോസ്പെറിറ്റിയുടെ, അബണ്ടൻസിന്റെ ഒക്കെ എനർജിയാണ് സൺ കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം, വീടായിരിക്കാം, ഇനി ഏത് കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, പുതിയ ചില കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കാം. അങ്ങനെ എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം, കുടുംബസഹിതമുള്ള ഒരു ജീവിതത്തിലേക്ക് സന്തോഷകരമായിട്ട് ഒരു തുടക്കം കുറിക്കാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ കണ്ടുമുട്ടാതിരുന്നവരെ കണ്ടുമുട്ടുന്ന എനർജി, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ വന്നു ചേരുന്ന എനർജി ഒക്കെയും ഇവിടെ വരാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത ലഭിക്കാനും ഇവിടെ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. മനസ്സിന്റെ സമാധാനത്തെ നിലനിർത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈപ്പ് ചെയ്യാം. ഇതൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.